കൊല്ലം പട്ടംതാനത്ത് ലിജോ ലോറൻസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലിജോ, കൊല്ലം നമുക്കറിയാം, കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും CPM-നെ പിന്തുണയ്ക്കുന്ന, LDF-നെ പിന്തുണയ്ക്കുന്ന ഒരു കോർപ്പറേഷനാണ്. പക്ഷേ ഇത്തവണ UDF കനത്ത പോരാട്ടത്തിന് കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലൊക്കെ ഇത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണോ, അത്തരം കാഴ്ചകൾ തന്നെയാണോ കൊല്ലത്ത് നമുക്ക് നൽകാനുള്ളത്? നൗഫൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പോരാട്ടം തന്നെയാണ്, അല്ലെങ്കിൽ സമാനതകളില്ലാത്തൊരു പോരാട്ടം തന്നെയാണ് ഇത്തവണ കൊല്ലം ജില്ലയിൽ ആകമാനം നടക്കുന്നത്. കൊല്ലം കോർപ്പറേഷനായാലും ജില്ലാ പഞ്ചായത്തിലായാലും സാധാരണ LDF-ന് വലിയ മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ UDF രണ്ടും കൽപ്പിച്ച്, അതായത് വളരെ നേരത്തെ പ്രചരണ രംഗത്ത് സജീവമായതോടുകൂടെ അത് സജീവമായി, പ്രചരണം കൊട്ടിക്കലാശമൊക്കെ സജീവമായി. അതിന് പിന്നാലെ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കാണുന്ന രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയ സമയത്ത് ഇത്രയുമൊന്നും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ 8 മണി 9 മണി കഴിയുന്ന സമയത്തോടുകൂടെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പട്ടംതാനം SNDP UP സ്കൂളാണ്. 4 പോളിംഗ് ബൂത്തുകളാണ് ഈ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരിടത്തൊഴിച്ച് മറ്റെല്ലായിടത്തും ആളുകൾ ഇത്തരത്തിൽ നീണ്ട നിര നിന്ന് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തി നടക്കുന്നത്. ജില്ലയിൽ ആകമാനവും നല്ല ഒരു പോളിംഗ് ശതമാനം തന്നെയാണ്. 10 മണി വരെയുള്ളത്. ജില്ലയിൽ ആകമാനം ഏകദേശം 16% മുകളിലാണ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ അത് 13%-അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വളരെയധികം സമയം കാത്തു നിന്നതിന് ശേഷം തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് എന്തായാലും, അതായത് ജനാധിപത്യത്തിൽ തങ്ങളുടെ ഒരു അവകാശം വിനിയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് സമയമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. എന്തായാലും അതത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്നാലും വോട്ട് ചെയ്യും. ഇവിടെ ഒരു അവകാശമാണല്ലോ അല്ലേ? അതെ അതെ. കുറച്ചു നേരമായി നിൽക്കാൻ തുടങ്ങി. ശരിയായി. കുറച്ചധികം സമയമായി തോന്നല്ലേ? ശരി ശരി. ആളുകൾ അതാണ് പറയുന്നത്. കാര്യം പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ എത്ര സമയം എടുത്തിട്ടായാലും തങ്ങളുടെ ആ ഒരു വോട്ടവകാശം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം മടങ്ങുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് നിൽക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത്, അല്ലാതെ രാവിലെ തന്നെ ഇത്തരത്തിൽ കാണുന്ന ഈ ഒരു തിരക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രചരണ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സാധാരണഗതിയിൽ ഇടതിന്റെ ഒരു കോട്ടയാണ് കൊല്ലം ജില്ല. അവിടെ വലിയ രീതിയിൽ പ്രചരണമായി പോയി. എന്നാൽ UDF ആകട്ടെ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകൊണ്ട് 3 വട്ടം വരെ നേരിട്ട് വീടുകൾ കയറി ഇറങ്ങിയ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ആ പ്രചരണമൊക്കെ എത്രത്തോളം എഫക്റ്റ് ആയി, അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളതെല്ലാം ഇതോടുകൂടെയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണുള്ളത്. ഇത് തൊട്ടടുത്ത മറ്റൊരു ബൂത്താണ്. അവിടെയും നമുക്ക് കാണാം ആളുകളുടെ ഒരു നിര നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. 4 ബൂത്തുകൾ വരുമ്പോൾ അപ്പോൾ പോലീസിന്റെ കൂടുതലൊരു വിന്യാസവും അതിന് തക്ക രീതിയിൽ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളുടെ ഒക്കെ ഒരു നിരയാണ് ഇവിടെയും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. കുറച്ച് സമയം ആയോ എത്തിയിട്ട്? ഇല്ല, നടക്കുന്നു. ഈ ആളുകൾ ഇവിടെയൊക്കെ കുറച്ചധികം ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ ഈ വോട്ടിംഗ് നടന്നു പോകുന്നത് ഒരു എളുപ്പമാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ്. നിലവിൽ ജില്ലയിൽ ഒരിടവും വോട്ടിംഗ് നിർത്തിവെച്ചിട്ടില്ല. കാര്യം രാവിലെ പല സ്ഥലങ്ങളിലും ചെറിയ തകരാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാം വളരെ വേഗത്തിൽ തന്നെ അതെല്ലാം അതിന്റെ മെഷീൻ മാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ പരിഹരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വേഗത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിലെ 2 വാർഡുകളിൽപ്പെടുന്ന പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നൗഫൽ.